എന്തൊക്കെയുണ്ട് പുതിയ വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇപ്പോൾ 2 ദിവസമായിട്ട് നമ്മൾ വീഡിയോ ഇടാത്തത് കേട്ടോ. ചേച്ചിക്ക് ഒരു പനി വന്നു, അതുകൊണ്ടാണ് 2 ദിവസമായിട്ട് വീഡിയോ ഇടാൻ പറ്റാത്തത്. എന്നാൽ നമുക്ക് ഇന്ന് നല്ലൊരു വീഡിയോ കാണാം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന റവ വെച്ചിട്ടുള്ള നല്ല ഒരു സോഫ്റ്റ് കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. കുട്ടികൾക്ക് പോലും ഈസി ആയിട്ട് ചെയ്യാം. ഇതിന് ഓവനും വേണ്ട, ബീറ്ററും വേണ്ട. നമ്മുടെ വീട്ടിലുള്ള സാധാരണ ഒരു അലുമിനിയം ചെമ്പിൽ മിക്സി ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ചെരുവത്തിലോ നമുക്കിത് മിക്സ് ആക്കി എടുക്കാം കേട്ടോ. നല്ല കേക്കാണ്, എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോയ്ക്ക് ഒരു ലൈക്കും കൂടി ചെയ്യാനും മറക്കരുത് കേട്ടോ. എന്നാൽ നമുക്ക് പെട്ടെന്ന് വീഡിയോ കണ്ടിട്ട് വരാം. നമുക്ക് കേക്ക് ഉണ്ടാക്കാനായിട്ട് ഞാനിപ്പോൾ 1.5 കപ്പ് പൊടിച്ച റവയാണ് എടുത്തിട്ടുള്ളത്. വറുത്തിട്ടില്ല, വറുക്കാത്ത റവയാണ്. അപ്പോൾ റവ നമ്മൾ പൊടിക്കുമ്പോൾ എപ്പോഴും ഒരുപാട് അങ്ങ് നൈസായിട്ട് കിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതേപോലെ പറ്റുന്ന അത്രയും നൈസായിട്ട് നമ്മൾ ഇതുപോലെ പൊടിച്ചെടുക്കുക. 1.5 കപ്പ് റവയാണ് ഉള്ളത്. ഇത് നമുക്കങ്ങ് മാറ്റി വെക്കാം. ഇനി കേക്ക് മിക്സ് ആക്കാൻ ആവശ്യമുള്ള ആ പാത്രം എടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് തൈരാണ് കേട്ടോ. തൈര് ഇപ്പോൾ ഞാൻ 1/2 കപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അധികം പുളിയില്ലാത്ത തൈര് നോക്കിയിട്ട് എടുക്കുക കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി നിങ്ങൾക്ക് തൈര് വേണ്ടാന്നുണ്ടെങ്കിൽ ഇതിന് പകരമായിട്ട് ഒരു 2 മുട്ട ചേർത്താലും മതി കേട്ടോ. ഇപ്പം ഞാൻ മുട്ടയില്ലാത്ത കേക്ക് ഉണ്ടാക്കുന്നത് കൊണ്ടാണ് തൈര് ഉപയോഗിക്കുന്നത്. എന്നിട്ട് ഒരു വിസ്കോ ഫോർക്കോ എന്തെങ്കിലും വെച്ചിട്ട് ഇത് നന്നായിട്ട് ഉടച്ചു കൊടുക്കുക. ഇനി നമ്മുടെ വീട്ടിലൊക്കെ തന്നെ ചെയ്യുന്നതല്ലേ, നമുക്ക് കൈ കൊണ്ട് വേണേൽ കൈയൊക്കെ നന്നായി വൃത്തിയാക്കിയിട്ട് കൈ കൊണ്ട് ചെയ്താലും നല്ല കേക്ക് കിട്ടും കേട്ടോ. തൈര് നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. തൈര് നന്നായിട്ട് ഉടച്ചെടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഇതിപ്പോൾ പഞ്ചസാര പൊടിച്ചതാണ് കേട്ടോ. പൊടിച്ച പഞ്ചസാര ഒരു 1/4 കപ്പ് ഉണ്ട്. അത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഏതാണോ നമ്മൾ അളവ് കപ്പ് എടുക്കുന്നത് അതിൽ തന്നെ എല്ലാം അളക്കാൻ വേണ്ടി നോക്കണം. ഇപ്പോൾ 1/4 കപ്പ് പഞ്ചസാര പൊടിച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും ഇതേപോലെ ഈ തൈരിൽ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇത് വെജിറ്റബിൾ ഓയിലാണ്, സൺഫ്ലവർ ഓയിലാണ് കേട്ടോ. അത് ഞാൻ 1/2 കപ്പാണ് ചേർക്കുന്നത്. 1/2 കപ്പ് ഓയിൽ ഇതിലേക്ക് ചേർത്തിട്ട് ഈ ഓയിൽ എല്ലാ ഭാഗത്തും നന്നായിട്ട് കലങ്ങി വരുന്നത് വരെ ഇതേപോലെ ഉടച്ചു കൊടുക്കുക കേട്ടോ. നന്നായിട്ട് ആ പഞ്ചസാരയുടെ പൊടിയുടെ കട്ടയൊന്നും ഉണ്ടാവരുത്. ഓയിൽ അവിടെ പിടിച്ച് നിൽക്കാനും പാടില്ല. എല്ലാം നന്നായിട്ട് മിക്സ് ആവുന്നത് വരെ ഇതേപോലെ ചെയ്തെടുക്കുക. ഓയിൽ നന്നായിട്ട് മിക്സ് ആയപ്പോൾ ഞാൻ ഇതിലേക്ക് നമ്മുടെ 1.5 കപ്പ് പൊടിച്ച റവ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് ഷൂട്ട് ചെയ്തപ്പോൾ അതിന് മൈക്കിൻ്റെ ചാർജ് അങ്ങ് തീർന്നു പോയി. അപ്പോൾ ആ വോയിസ് അങ്ങ് റെക്കോർഡ് ആയില്ല കേട്ടോ. അതുകൊണ്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഞാൻ കാണിക്കുന്നില്ല, പക്ഷെ റവ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ റവ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരുപാട് ഹാർഡായിട്ട് ഇളക്കരുത്, പതുക്കെ ഇളക്കി യോജിപ്പിക്കുക കേട്ടോ. നമ്മളൊരു 1/4 കപ്പ് കസ്റ്റേർഡ് പൗഡറും അതുപോലെ തന്നെ ഒരു 1/4 കപ്പ് മൈദയും കൂടെ ചേർക്കുന്നുണ്ട്. ഇത് രണ്ടും കൂടി ചേർത്ത് ഒന്നുകൂടി യോജിപ്പിച്ചെടുക്കാം. മിൽക്ക് പൗഡർ ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതും നല്ലതായിരിക്കും. അപ്പോൾ കസ്റ്റേർഡ് പൗഡർ ചേർത്തിട്ടുണ്ടെങ്കിൽ കുറച്ച് നല്ല ഒരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ചേർത്തത്. കസ്റ്റേർഡ് പൗഡർ മാത്രമായിട്ടും ചേർക്കാം, നമുക്ക് മൈദ മാത്രമായിട്ടോ അല്ലെങ്കിൽ ഗോതമ്പ് പൊടിയാണെങ്കിലും കുഴപ്പമില്ല, ഏതെങ്കിലും ഒന്ന് ചേർത്താൽ മതി. അങ്ങനെ ഒന്ന് മാത്രമാണെങ്കിൽ 1/2 കപ്പ് ചേർക്കുക കേട്ടോ. ഇതിപ്പോൾ ഞാൻ 1/4 കപ്പ് വീതമാണ് ചേർത്തിട്ടുള്ളത്. ഇതെല്ലാം കൂടി യോജിപ്പിക്കാം. അപ്പോൾ റവ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഈ വെള്ളമൊക്കെ വേഗം വലിച്ചെടുക്കും. നന്നായിട്ട് കുതിർന്ന് വരണം. ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ 1 കപ്പ് ചെറിയ ചൂടുള്ള പാൽ എടുത്തു വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് കുറേശ്ശായി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇളക്കി യോജിപ്പിക്കാം. എന്നിട്ട് നമ്മുടെ ആ കേക്കിൻ്റെ ബാറ്ററിൻ്റെ ആ ലൂസ് ആവുന്നത് വരെ നമുക്ക് കുറേശ്ശെ ഒഴിച്ച് ഇതേപോലെ ഇളക്കിയെടുക്കാം കേട്ടോ. 1/2 കപ്പ് പാല് മുഴുവനായിട്ട് ഒഴിച്ചിട്ട് ഞാൻ ഇളക്കിയിട്ട് ഒന്ന് ലൂസ് നോക്കട്ടെ.
ഇപ്പം ഈ ഒരു ലൂസിൽ നമ്മൾ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് യഥാർത്ഥ ലൂസല്ല. ഇനി നമ്മൾ ഇത് കുറച്ച് നേരം എന്താണെങ്കിലും ഒരു 10 മിനിറ്റെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ആ റവ മുഴുവനും കുതിർന്നിട്ട് നമുക്ക് എത്രത്തോളം പാൽ ഇനി ഇതിലേക്ക് ചേർക്കണം എന്ന് ആ സമയത്താണ് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയും പാൽ നമുക്ക് ബാക്കിയുണ്ട്, ഇതിവിടെ ഇരിക്കട്ടെ. എന്നിട്ട് നമുക്കിത് ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും അതുപോലെ തന്നെ എസൻസും ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഒരു 10 മിനിറ്റ് ഇതൊന്ന് മാറ്റി വെക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് നോക്കിയപ്പോൾ കുറച്ചും കൂടി ഈ ബാറ്റർ തിക്കായിട്ടുണ്ട്. നമ്മൾ ആദ്യം ആക്കി വെച്ചതിനേക്കാൾ കുറച്ചും കൂടി തിക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ചുകൂടി പാല് ചേർത്ത് കൊടുക്കാം. ഇപ്പം നോക്കിക്കോ, കേക്കിൻ്റെ യഥാർത്ഥ ലൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ കോരി ഒഴിക്കുമ്പം ഇതിങ്ങനെ ഈ മുകളിൽ തന്നെ കാണണം, അതിലേക്ക് അങ്ങ് കലങ്ങിപ്പോവരുത്. ഈ ഒരു അവസ്ഥയിലെത്തുമ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ യഥാർത്ഥ കൺസിസ്റ്റൻസി ആവും കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ചേർത്തത് ആകെ 3/4 കപ്പ് പാലാണ്. 1/4 കപ്പ് പാലിവിടെ ബാക്കിയുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇത് ആയിട്ടില്ലല്ലോ. ഇനി നമുക്ക് ഇതിൽ കുറച്ച് സാധനങ്ങൾ കൂടി ചേർക്കാനില്ലേ. ബേക്കിംഗ് സോഡ ചേർക്കണം, ബേക്കിംഗ് പൗഡർ ചേർക്കണം, എസൻസ് ചേർക്കണം. ഇത്രയും സംഭവങ്ങൾ കൂടി ഇതിലേക്ക് ചേർക്കണം. അപ്പോൾ നേരത്തെ തന്നെ ഞാൻ ചേർത്തിട്ടില്ല, നമ്മളൊരു 10 മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇത് മോൾഡിലേക്ക് ഒഴിക്കാൻ നേരത്തെ ചേർത്താൽ മതി എന്നോർത്തായിരുന്നു ചേർക്കാത്തത്. ഈ ബാറ്ററൊക്കെ റെഡിയായി മോൾഡിലേക്ക് ഒഴിക്കുന്ന സമയമാകുമ്പോഴേക്കും നമുക്ക് ഓവനൊക്കെ പ്രീ ഹീറ്റിലിടാം കേട്ടോ. ബേക്കിംഗ് സോഡ 1/2 ടീസ്പൂണാണ് ഞാൻ ചേർക്കുന്നത്. ബേക്കിംഗ് പൗഡർ ആയിരുന്നു ആദ്യം ഇട്ടിരുന്നത്. ബേക്കിംഗ് പൗഡർ 1/2 ടീസ്പൂണും ബേക്കിംഗ് സോഡ 1/4 ടീസ്പൂണേ ചേർക്കുന്നുള്ളൂ കേട്ടോ. ഇനി ഇതൊക്കെ കൂടി യോജിപ്പിക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് എസൻസ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഐസ്ക്രീം എസൻസ് ആണ് എപ്പോഴും ഉപയോഗിക്കാറ് കേട്ടോ. അപ്പോൾ ഞാൻ ഐസ്ക്രീം എസൻസ് തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബേക്കിംഗ് സോഡയുടെ കട്ടയൊന്നും ഇതിൽ നിൽക്കാത്ത തരത്തിൽ നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കുക. ഇനി നമ്മുടെ ആ മൈദ എടുത്ത പാത്രത്തിൽ കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. പൊടിയിൽ മിക്സ് ആക്കിയിട്ട് ട്യൂട്ടി ഫ്രൂട്ടി ചേർത്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം കൂടി ആ താഴോട്ട് പോകാതെ എല്ലായിടത്തും അങ്ങ് മിക്സായിട്ട് കിടന്നുള്ളൂ. അതുകൊണ്ടാണ് ഇതുപോലെ ചേർക്കുന്നത് കേട്ടോ. എന്നിട്ട് ഈ കേക്കിൻ്റെ ബാറ്ററിലേക്ക് ഇട്ട് കൊടുക്കുക. നിങ്ങളുടെ കയ്യിൽ ട്യൂട്ടി ഫ്രൂട്ടി ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നട്ട്സ് വേണമെങ്കിൽ ചേർക്കാം. അണ്ടിപ്പരിപ്പ്, ബദാം, മുന്തിരി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. എല്ലാം കൂടി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി നമ്മുടെ കേക്ക് ടിൻ എടുത്ത് വെക്കുക. ഇനി അതിൻ്റെ അടിയിൽ ഞാനൊരു ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിൽ തടവിയിട്ട് കുറച്ച് മൈദ ഒന്ന് സ്പ്രെഡാക്കി കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലും കുറച്ചും കൂടി ട്യൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുക്കട്ടെ. കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തതാണ് കേട്ടോ. ഇനി നമുക്ക് മോൾഡിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. മുഴുവനും ഒഴിച്ചു കൊടുത്തിട്ട് പതുക്കെ ഒന്ന് ഇതുപോലെ ടാപ്പാക്കി കൊടുക്കുക കേട്ടോ. പതുക്കെ ഒന്ന് ഇതുപോലെ ടാപ്പ് ചെയ്ത് കൊടുക്കുക. കഴിഞ്ഞ തവണ നമ്മുടെ വാനില കേക്കിൻ്റെ റെസിപ്പി ചെയ്തപ്പോഴും ഒരു കുട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ നമുക്ക് ഓവനും ബീറ്ററും ഒന്നും ഇല്ലെങ്കിൽ എങ്ങനെ ചെയ്യും ചേച്ചിന്ന്. അപ്പോൾ കുറേ പേർക്കൊക്കെ അറിയാമെങ്കിലും ഇപ്പോഴും കുറേ പേർക്കൊക്കെ അത് എങ്ങനെ ചെയ്യുമെന്ന് അറിയാത്തവരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി ഞാൻ പറയുകയാണ്, ഓവൻ ഇല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു അലുമിനിയം പാത്രം എടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ട് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്നിട്ട് ഇതുപോലത്തെ ഒരു റിങ് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെക്കുക. എന്നിട്ട് ഈ ചെമ്പ് ഒരു 10 മിനിറ്റ് നന്നായിട്ട് പ്രീ ഹീറ്റ് ആക്കുക. അടുപ്പിൽ വെച്ച് നന്നായിട്ട് ചൂടാക്കി എടുക്കുക. അതിനുശേഷം നമ്മുടെ കേക്ക് ബാറ്റർ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ചിട്ട് ഇതുപോലുള്ള ഒരു മൂടി എടുത്ത് നമുക്കങ്ങ് മൂടി കൊടുക്കുക. എന്നിട്ട് കേക്ക് അനക്കരുത്. പിന്നെ ആ തീ
കുറഞ്ഞ തീയിലേക്ക് വെക്കുക. ആദ്യം ഹൈ ഫ്ലെയിമിലിട്ടിട്ടാണ് നമ്മൾ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ആക്കുന്നത്. എന്നിട്ട് തീ നന്നായിട്ട് കുറച്ച് കൊടുക്കുക. തീ നന്നായിട്ട് കുറച്ച് കൊടുത്തതിന് ശേഷം ഏകദേശം 1 മണിക്കൂറെങ്കിലും സമയം കഴിയണം കേട്ടോ. ഈ ഒരു കേക്കൊക്കെ ബേക്കായി കിട്ടണമെങ്കിൽ 3/4 മണിക്കൂർ ആവുന്നത് വരെ നമ്മൾ ഇത് തൊടാനോ ഇളക്കാനോ ഒന്നും പോവരുത്. അങ്ങനെ നമ്മൾ ഇളക്കുമ്പോഴാണ് കേക്ക് നടുഭാഗം കുഴിഞ്ഞു പോകുന്നത്. അപ്പം നമ്മൾ ഇളക്കാനേ പാടില്ല. 3/4 മണിക്കൂറൊക്കെ കഴിഞ്ഞാൽ പതുക്കെ നമുക്കൊന്ന് തുറന്നു നോക്കാം കേട്ടോ. അപ്പോൾ ഇതാ മുകളിലും കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടി ഒക്കെ ഇട്ട് നന്നായി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇത് ബേക്ക് ചെയ്യുന്നത് ഓവനിലാണ്. ഓവനിൽ 170 ഡിഗ്രിയിൽ വെച്ചാൽ മതി. 10 മിനിറ്റ് 180 പ്രീ ഹീറ്റ് ആക്കിയിട്ട് 170ലേക്ക് കുറച്ച് വെച്ച് കൊടുത്തതിന് ശേഷം ഒരു 45 മിനിറ്റ് വരെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് ബേക്കായിട്ട് കിട്ടും കേട്ടോ. നമ്മൾ സാധാരണ അലുമിനിയം പാത്രത്തിലാണെങ്കിൽ ഏകദേശം 1 മണിക്കൂറാവും. ഓവനിൽ കുറച്ചും കൂടി സ്പീഡായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഏകദേശം 40 മിനിറ്റ് സമയം കൊണ്ട് തന്നെ നമ്മുടെ കേക്ക് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇത് ഈ മോൾഡിൽ നിന്ന് നമുക്കൊന്ന് അഴിച്ചിടാം. ഇപ്പോൾ നല്ല ചൂടാണ്. ഞാനിപ്പോൾ തിരക്ക് കൂട്ടിയിട്ട് ചൂടോടുകൂടി തന്നെ ഈ കേക്കൊന്ന് മുറിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ കേക്ക് മുറിക്കുമ്പോൾ എപ്പോഴും ചൂട് തണിഞ്ഞിട്ട് മുറിക്കണം കേട്ടോ. ഇനി ഞാനിതൊന്ന് കാണിച്ചു തരാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. നല്ല എണ്ണമയമൊക്കെ ആയിട്ട് അടിപൊളി ആയിരിക്കുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റും ഉണ്ട്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. നമ്മൾ റവ വെച്ചിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള കേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതട്ടെ. ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു നല്ല റെസിപ്പി ആയിട്ട് ഉടനെ വരാം. അതുവരെ എല്ലാവരും സന്തോഷമായിരിക്കുക. വീഡിയോ കണ്ട എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദി.